എടാ ജോസഫേ, നീ ഓർക്കുന്നുണ്ടോ ഈ ആറിനക്കരെ എത്രയോ വീടുകളിലാണ് നമ്മൾ കരോളിന് പോയിട്ടുള്ളത്? ഈറ കൊണ്ടുണ്ടാക്കിയ നക്ഷത്രക്കാലം പിടിച്ച് കരോളിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന അതൊരു ഗമ തന്നെയായിരുന്നു. ഇന്നലെ കഴിഞ്ഞു പോലും. വെളുപ്പാങ്കാലത്ത് കാന്താരി ചമ്മന്തിയും കപ്പ ഒഴുകിയതും ചുക്കുകാപ്പിയായിട്ടുള്ളൊരു പിടി. ആഹാ, അല്ല നമുക്ക് പിള്ളേരുടെ കൂടെ ഒന്ന് കരോളിന് പോയാലോ? ഓ, പഴയതുപോലെ ഒരു ഉഷാറില്ലടാ, എന്തോ ഒരു ധൈര്യക്കുറവ്. ധൈര്യമൊക്കെ ഇപ്പൊ വരും. ആ വന്നല്ലോ. ഹായ്. നിങ്ങൾ ഏജ് ഓവറാന്ന് പറഞ്ഞപ്പോ ഇത്രയും ഓവറാന്ന് ഞാൻ വിചാരിച്ചില്ലേ. അതിന് അവർക്ക് അധികം പ്രായമൊന്നുമില്ല. അവർക്ക് തല കളർ ചെയ്തേക്കുക. ഏത് കളർ? വൈറ്റ് കളർ. രണ്ടെണ്ണം കൊടുത്താൽ മതി. എവിടെ ചത്ത് പോയി കഴിഞ്ഞാൽ 1000 രൂപ ഷെയർ മേടിച്ചാൽ നീ പോടാ. എന്റെ പണി കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഹായ് ഹായ്. ഒഴിയടാ പിള്ളേരെ, ഒഴിച്ചടിക്കടാ. യേശു പറഞ്ഞിട്ട് അടിക്കുള്ളൂ. അടുത്ത പറ്റി പറയാം. എടാ മക്കളെ, ഈ സാധനം ബോൾക്കയാ, സിപ്പ് സിപ്പായിട്ട് അടിക്കേണ്ട സാധനമാണ്. എന്നാ നാളെ തൊട്ട് ബിവറേജിൽ നിന്ന് സിപ്പപ്പിന്റെ കവറിനകത്താക്കി തരാൻ പറയാം. ഇപ്പൊ സിപ്പ് സിപ്പായിട്ട് ഞുണയാലും പുള്ളി അടിച്ചടിക്കുന്നു. മോനെ, ഈ സാധനം കൂടുതൽ അടിക്കരുത്, പിള്ളേരുണ്ടാക്കില്ല. അത് തന്നെ എനിക്കും പറയാനുള്ളത്. ഈ സാധനം ഇതിനു വേണ്ടിയൊക്കെ നിങ്ങൾ കൂടുതൽ കഴിക്കരുത്. ഞങ്ങൾ പിള്ളേർക്ക് ഉണ്ടാകത്തില്ല. എടാ പറഞ്ഞു ഒഴിയടാ. എന്റെ 1000 രൂപ മേടിച്ചു 3 പേര് മൂഞ്ചാച്ചാ മതി. എടാ മക്കളെ, അപ്പാപ്പനൊരാഗ്രഹം, എന്റെ വണ്ടി ഒന്ന് ഓടിക്കാൻ വേണം. വണ്ടി ഒന്നും തരാൻ പറ്റത്തില്ല. അതൊന്നും വണ്ടി തൊട്ടുള്ള കളിയൊന്നും വേണ്ട. എടാ ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. ഇവിടെ പോകാൻ വണ്ടി ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. ഇവരെക്കാളും പ്രായമുള്ള വണ്ടി അത്. പിന്നെ കുറേ ഒന്നും എടുത്ത് കുറേ അവരുടെ ആഗ്രഹമില്ല. എന്നാ നിങ്ങളുടെ വണ്ടി ഉണ്ട്. എന്റെ വണ്ടി കൊടുക്കാൻ പറ്റില്ല. അത് പുതിയ വണ്ടി ഞങ്ങളുടെ അച്ഛൻ മറക്കുള്ളൂ. താഴെ മതി. വാടക